നമുക്കിനി ഇന്നത്തെ വാർത്തകളുടെ വിശകലനത്തിലേക്ക് പോകാം. ന്യൂസ് ആംഗിളിലേക്ക്. ഇന്ന് ന്യൂസ് ആംഗിൾ വിശകലനം ചെയ്യുന്ന വാർത്ത SIR-ന് ശേഷമുള്ള വളരെ നിർണായകമായ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്കിടയിലും വനിതാ സംവരണ ബില്ലും പുനർനിർണയവും രാജ്യത്താകെ കത്തുകയാണ്. ലോക്സഭയിലും രാജ്യസഭയിലും 50% സീറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ട് 2029 ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതൽ 33% വനിതാ സംവരണം നടപ്പാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. ബില്ല് പാസ്സാകുന്നതോടെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 850 ഉയരും. കരട് ബില്ലിന്റെ പകർപ്പ് ഇന്നലെയാണ് MP-മാർക്ക് കൈമാറിയത്. വനിതാ സംവരണത്തിന്റെ മറവിൽ മണ്ഡല പുനർനിർണയമാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിക്കുകയാണ്. പിന്തുണ തേടി മല്ലികാർജ്ജുൻ ഖാർഗെയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ബന്ധപ്പെട്ടതും രാജ്യത്തെ സ്ത്രീകൾക്ക് മോദി കത്തയച്ചതും രാഷ്ട്രീയ ഇന്ത്യ ഇന്നലെ ചർച്ച ചെയ്തു. ന്യൂസ് ആംഗിൾ പരിശോധിക്കുന്നു, വനിതാ സംവരണത്തിന്റെ മറവിൽ ഒളിഞ്ഞിരിക്കുന്നത് മണ്ഡല പുനർനിർണയം എന്ന അജണ്ടയാണോ എന്ന്. ശരത്ലാൽ നമുക്കൊപ്പം തത്സമയമുണ്ട് ഡൽഹിയിൽ നിന്ന്. ശരത്ത്, ഈ പറഞ്ഞ പോലെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു ആശങ്കയാണത്. ആ ആശങ്കയ്ക്ക് എത്രത്തോളമാണ് ആധികാരികത? സേതുലക്ഷ്മി, ആശങ്കക്ക് ആധികാരികതയുണ്ട്. കാരണം 1971 ജനസംഖ്യാ പ്രാതിനിധ്യം അല്ലെങ്കിൽ സെൻസസ് അനുസരിച്ചാണ് ഇതുവരെയുള്ള മണ്ഡല പുനഃക്രമീകരണം നടന്നിരുന്നത് ലോക്സഭയിൽ. എന്നാൽ 2011 സെൻസസിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ തെക്കൻ ഭാഗങ്ങളിൽ, അതായത് തെക്ക് ഇന്ത്യയിൽ, കേരളം, തമിഴ്നാട് അടക്കമുള്ള തെക്കൻ ഇന്ത്യയിൽ വളരെ പ്രാധാന്യത്തോട് തന്നെ സീറ്റുകളുടെ ജനസംഖ്യാ നിയന്ത്രണം കാരണം സീറ്റുകളുടെ എണ്ണം കുറയും. ആ കാര്യങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ ഉത്തരേന്ത്യയിൽ അതേസമയം തന്നെ 2011 സെൻസസ് വൻ ജനസംഖ്യാ വർധനവുമുണ്ട്. ഇതാണ് പ്രതിപക്ഷത്തിനെ പലപ്പോഴും ആശങ്കയിലാക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ മണ്ഡല പുനഃക്രമീകരണം നടക്കുമ്പോൾ BJPക്ക് SIR പോലെ തന്നെ മണ്ഡലങ്ങൾ BJPക്ക് അനുകൂലമായി മാറ്റിമറിക്കാനുള്ള അധികാരം ലഭിക്കും. അതിനാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഈ ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് മറ്റൊരു പ്രതിപക്ഷത്തിൻ്റെ ആശങ്കയും പ്രതിഷേധവും. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തതയുണ്ട്. 2029 വനിതാ സംവരണ ബിൽ നടപ്പിലാക്കുമ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ മണ്ഡല പുനഃക്രമീകരണം നടക്കുന്നു. 850 സീറ്റുകളാണ് ലോക്സഭയിലേക്ക് വരുന്നത് എന്നതാണ് ഏറ്റവും പ്രത്യേകത. അതിൽ 35 സീറ്റുകൾ കേന്ദ്രഭരണ പ്രദേശത്ത് ഉണ്ട് എന്നും നമുക്ക് വ്യക്തമാക്കണം. ഈ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏകപക്ഷീയമായ സ്വാധീനം BJPക്കുണ്ട് എന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. ബാക്കിയുള്ള സീറ്റുകളാണ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള. ഇതിൽ തന്നെ UP, അതേപോലെ മധ്യപ്രദേശ് തുടങ്ങിയ ഉത്തരേന്ത്യൻ ബെൽറ്റിൽ അല്ലെങ്കിൽ കൗ ബെൽറ്റിൽ എന്ന് പറയപ്പെടുന്ന BJPക്ക് സ്വാധീനമുള്ള ബെൽറ്റിൽ വളരെ കൂടുതൽ സീറ്റുകൾ എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2011 പിന്നെ സെൻസസ് അടിസ്ഥാനമാക്കി എടുത്താൽ അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത് BJPക്കായിരിക്കും. മണ്ഡല പുനഃക്രമീകരണം നടക്കുന്നത് BJPക്കായിരിക്കും. അതുകൊണ്ട് തന്നെ അടുത്ത 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒറ്റക്ക് ഭൂരിപക്ഷം ഉറപ്പാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ് പ്രതിപക്ഷത്തെ ആശങ്കപ്പെടുത്തുന്നത്. ഇത് കണക്കുകൾ വെച്ച് തന്നെ ഈ കാര്യങ്ങളിൽ പ്രതിപക്ഷം വ്യക്തമാക്കുന്നുണ്ട്. അതുതന്നെയാണ് ഹിന്ദു ദിനപത്രത്തിൽ മുൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി എഴുതിയ ലേഖനത്തിലും വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം കപിൽ സിബലും ഇത് സംബന്ധിച്ച് വ്യക്തമായ കണക്കുകൾ പുറത്തുവിട്ടിരുന്നു. എന്നാൽ പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ആശങ്ക ഉത്തരേന്ത്യയിൽ കൗബെൽറ്റിൽ BJPയുടെ സ്വാധീനം കൊണ്ട് മാത്രം BJPക്ക് ഭൂരിപക്ഷം നേടി ഒറ്റക്ക് തന്നെ ഭരണത്തിലേറാനുള്ള ഒരു നടപടിക്രമങ്ങളാണ് നരേന്ദ്രമോദി വനിതാ ബില്ലിന്റെ പേരിൽ നടപ്പിലാക്കുന്ന എന്ന ആശങ്കയാണ് പ്രതിപക്ഷം ഇപ്പോൾ പങ്കുവെക്കുന്നത്. അപ്പം ഈ കേന്ദ്രത്തിന്റെ നീക്കത്തിൽ പ്രതിപക്ഷത്തിന് കടുത്ത ആശങ്കയുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു, അല്ലെങ്കിൽ വിശകലനങ്ങൾ നടത്തുകയായിരുന്നു ശരത്ലാൽ ഡൽഹിയിൽ നിന്ന്.